ഹായ്, ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു മാക്കിൽ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എഗെയിൻ ഇവിടെയും നമ്മൾ വിർച്വൽ ബോക്സിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മാക്കിനകത്ത് എങ്ങനെ വിർച്വൽ ബോക്സ് യൂസ് ചെയ്യാം, അതിനകത്ത് എങ്ങനെ കാലി ലിനക്സിനെ ഇൻസ്റ്റാൾ ചെയ്യും, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ആദ്യം ഇപ്പോൾ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വിർച്വൽ ബോക്സിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് വിർച്വൽ ബോക്സ് എന്ന് സെർച്ച് ചെയ്യുക. വിർച്വൽ ബോക്സ് ഡൗൺലോഡ് സെർച്ച് ചെയ്യാം. സോ ആദ്യം വരുന്ന ഡൗൺലോഡ് ഒറാക്കിൾ വിർച്വൽ ബോക്സ് തന്നെ അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ട, മാക്കിന് തന്നെ രണ്ട് ഓപ്ഷൻ ഇവിടെ കൊടുത്തേക്കാണ് കാണാം. മാക് OS ഇൻറ്റൽ ഹോസ്റ്റും മാക് OS ആപ്പിൾ സിലിക്കൺ ഹോസ്റ്റും. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന മാക്ബുക്ക് അത് ഏത് ചിപ്സെറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇൻറ്റൽ ചിപ്സെറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ മാക് OS ഓർ ഇൻറ്റൽ ഹോസ്റ്റ് എന്നുള്ളതും, അല്ല നിങ്ങൾ M1 M2 M3 പോലുള്ള ഏറ്റവും പുതിയ ആപ്പിളിൻ്റെ സിലിക്കൺ ചിപ്സെറ്റുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആപ്പിൾ സിലിക്കൺ ഹോസ്റ്റ് എന്നുള്ളത്. M1 തുടങ്ങിയുള്ള എല്ലാ പ്രോസസ്സറുകളിലും സിലിക്കൺ ഹോസ്റ്റുകളാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിന് മുമ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇൻറ്റലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റൽ ഹോസ്റ്റുകൾ യൂസ് ചെയ്യാം. അത് ഏതാണ് എന്നുള്ളതനുസരിച്ച് നിങ്ങളുടെ ചിപ്പിനനുസരിച്ച് ഇതിലൊരെണ്ണം കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് M1 ചിപ്സെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മാക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ മാക് OS ആപ്പിൾ സിലിക്കൺ ഹോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. ദെൻ അതൊരു DMG ഫയൽ ഡൗൺലോഡ് ചെയ്യും. നോർമൽ ആപ്പിൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നു. ദെൻ ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ നമ്മളുടെ വിർച്വൽ ബോക്സിൻ്റെ ഫയൽ ഡൗൺലോഡ് ആയിട്ട് കാണാം. ദെൻ ലെറ്റ്സ് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ ഇതാണ് നമ്മളുടെ DMG ഫയൽ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് തന്നെ ഓപ്പൺ ചെയ്യുക. ഇവിടെ വിർച്വൽ ബോക്സ് .pkg എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്യും. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വിർച്വൽ ബോക്സിൻ്റെ ഇൻസ്റ്റലേഷൻ പേജ് വരുന്നതായിട്ട് നമുക്ക് കാണും. സോ കണ്ടിന്യൂ കൊടുക്കുക. ദെൻ കണ്ടിന്യൂ അങ്ങനെ നമ്മൾ പാസ്വേഡ് ചോദിക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഇൻസ്റ്റലേഷൻ നടക്കുകയാണ്. ഞാൻ ഇവിടെ എൻ്റെ ഓൾറെഡി വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മൂവ് ടു ട്രാഷ്. ഓക്കെ, സോ നൗ വിർച്വൽ ബോക്സ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിർച്വൽ ബോക്സ് കാണാം. ഇവിടെ വിർച്വൽ ബോക്സ് കാണാം. ഇതാണ് വിർച്വൽ ബോക്സ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് വിർച്വൽ ബോക്സ്. അപ്പോൾ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ വിർച്വൽ ബോക്സിൻ്റെ ഇൻസ്റ്റലേഷൻ അത്രേ ഉള്ളൂ മാക്കിനകത്ത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വിർച്വൽ ബോക്സിനകത്തേക്ക് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നേരത്തെ നമ്മൾ ലിനക്സിൻ്റെ കേസിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ kali.org വെബ്സൈറ്റിലേക്ക് പോവുക. ഇവിടെ നമുക്ക് kali.org അല്ലെങ്കിൽ കാലി ലിനക്സ് ഡൗൺലോഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. കാലി ലിനക്സ് ഡൗൺലോഡ് സെർച്ച് കഴിഞ്ഞാൽ വരുന്ന പേജ് എടുത്താലും മതി. രണ്ടും ഒരേ മീനിങ് തന്നെയാണ് വരിക. സോ നൗ ഡൗൺലോഡ് പേജിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ മാക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം വരുന്നത്, നിങ്ങൾക്ക് ഈവൻ തോ നമ്മൾ വിർച്വൽ ബോക്സിനകത്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വിർച്വൽ മെഷീൻ എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് വിർച്വൽ ബോക്സിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത്, നിങ്ങൾ ARM ചിപ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ARM ചിപ്സെറ്റിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നിങ്ങൾ ഇൻറ്റൽ ചിപ്സെറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങൾ മാക്കിനകത്ത് ഇൻറ്റൽ ചിപ്സെറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ലിനക്സിൽ എങ്ങനെയാണ് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുള്ള അതേ പ്രോസസ്സ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താലേ മതിയാവും. പക്ഷേ അതേസമയം നിങ്ങൾ മാക്കിൻ്റെ M1 M2 M3 സീരീസുള്ള സിലിക്കൺ ചിപ്സെറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് വരെയാണ്. ഇവിടെ ഇൻസ്റ്റാളർ ഇമേജസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളർ ഇമേജസ്, ഇതിൽ ആപ്പിൾ സിലിക്കൺ ARM4 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആപ്പിൾ സിലിക്കൺ ARM4 ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക. ഈ ഇൻസ്റ്റാളറാണ് ഡൗൺലോഡ് ചെയ്യുക. അഗൈൻ 3.3 GB ആണ് എൻ്റെ സൈസ് എന്ന് പറഞ്ഞത്. ഈ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക. ഈ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്ത് ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വിർച്വൽ ബോക്സിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. സോ അത് ഡൗൺലോഡ് കൊടുക്കുക. ദെൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക, ഡൗൺലോഡ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഏകദേശം 3.4 GB ഉണ്ട്. ഇത് ഡൗൺലോഡ് ആവണം. ഞാൻ ഓൾറെഡി ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ എൻ്റെ ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഓൾറെഡി കാലി ലിനക്സ് ഡൗൺലോഡഡ് ആയിട്ടുള്ളതായിട്ട് കാണാം. ഈ സെയിം ഫയലിനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഫയലാണ് നമ്മൾ ഉപയോഗിക്കുക. 2024.3 എന്ന വേർഷനാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നൗ ഇപ്പോൾ നമ്മൾ കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്തു, വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാലി ലിനക്സിനെ വിർച്വൽ ബോക്സിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പിലേക്ക് നമുക്കൊന്ന് പോകാം. സോ വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് കാലി ലിനക്സ് ഇതിലേക്ക് ആഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ന്യൂ, നിങ്ങൾ ഇങ്ങനത്തെ പേജിലേക്കായിരിക്കും ലോഗിൻ ആവുക. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാലി ലിനക്സ്
2024.3 എന്ന് കൊടുക്കാം. അതാണല്ലോ വേർഷൻ. 2024.3 വേർഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ദെൻ ഫോൾഡർ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൾഡറിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാൻ ഡിഫോൾട്ട് ഫോൾഡർ തന്നെ കൊടുക്കുകയാണ്. ദെൻ ISO സെലക്ട് ചെയ്യാൻ പറയും. ISO സെലക്ട് ചെയ്യുന്നിടത്ത് ഇവിടെ ഈ ഒരു ബ്ലൂ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതർ ഓപ്പൺ ചെയ്യും. അതർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ISO ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഞാനിപ്പോൾ ഈ ISO ഫയൽ എടുക്കുന്നു. ISO ഫയൽ സെലക്ട് ചെയ്തു. നമ്മളിപ്പോൾ കാലി ലിനക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ISO ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്താൽ ടൈപ്പ് ലിനക്സ് ആണ്. ദെൻ സബ് ടൈപ്പ് ഉബുണ്ടു എന്നുള്ള മാറ്റി ഡെബിയൻ എന്നുള്ള സബ് ടൈപ്പിലേക്ക് മാറ്റുക. ഡെബിയൻ ആണ് കാലി ലിനക്സിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഡെബിയനിലേക്ക് മാറ്റാം. ദെൻ വേർഷൻ ഡെബിയൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെ കൊടുക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ ഹാർഡ്വെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് പോകും. ഹാർഡ്വെയറിലാണ് നമ്മൾ ആ കാലി ലിനക്സിന് വേണ്ട റാമും അതിന് വേണ്ട CPU-ൻ്റെ എണ്ണവും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആസ് ഓഫ് നൗ വിർച്വൽ ബോക്സിൽ ഒരു ബഗ് ഉള്ളതുകൊണ്ട് നമ്മൾ 4 GB താഴെ വേണം ഇതിൻ്റെ റാം സെറ്റ് ചെയ്യാൻ. 4 GB മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷനിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. ഒരു ബഗ്ഗാണ്, മേ ബി ഫ്യൂച്ചറിൽ സോൾവ് ആവും. പക്ഷേ ആസ് ഓഫ് നൗ നിങ്ങളത് 4 GB താഴെ വേണം നിങ്ങളുടെ റാം കീപ്പ് ചെയ്യാൻ. അതേപോലെ തന്നെ പ്രോസസ്സറിൻ്റെ ഇവിടെ നിങ്ങളൊരു 4 CPU-ന് താഴേക്ക് കീപ്പ് ചെയ്യുക. ഒരു 3 CPU ഒക്കെ ധാരാളമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അത് മാത്രം മാറ്റം വരുത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം പേര് സെറ്റ് ചെയ്യുക, പേരും കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, എനി നെയിം. അതിന് താഴെ നിങ്ങൾക്ക് ഫോൾഡർ, പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ISO ഫയൽ സെലക്ട് ചെയ്യുക, ഡെബിയൻ സെലക്ട് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെ. പിന്നെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബേസ് മെമ്മറി എന്ന് പറയുന്നത് ഇവിടെ 4 GB താഴെ റാം സെറ്റ് ചെയ്യുക. ദെൻ പ്രോസസ്സറും ഏകദേശം ഒരു 4 CPU-ന് താഴെ പ്രോസസ്സർ സെറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന 3442 MB ആണ് റാം സൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സർ 3 പ്രോസസ്സറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇത് ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് കൊടുക്കുക. ഞാൻ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാലി ലിനക്സ് ആ ഒരു പേരിലൂടെ കാണാനായിട്ട് സാധിക്കും. കാലി ലിനക്സ് 2024.3 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഞാൻ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാലി ലിനക്സ് അവിടെ ഓപ്പൺ ആയി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാലി ലിനക്സ് 2024.3 എന്ന് പറഞ്ഞിട്ട് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇതാണ് ആ വിൻഡോ. നൗ ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ഉണ്ട്. ഇവിടെ മൗസ് വർക്ക് ചെയ്യില്ല, നിങ്ങൾ കീബോർഡ് വേണം ഇവിടെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ആ ഒരു വിൻഡോയ്ക്ക് അകത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡ് ഉപയോഗിച്ച് മേലോട്ടും താഴേക്കും പോകും. ഞാൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ, ഗ്രാഫിക്കൽ ഇൻസ്റ്റാൾ, അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇതിൽ നമ്മൾ ഗ്രാഫിക്കൽ ഇൻസ്റ്റാളാണ് സെലക്ട് ചെയ്യുക. ഇത് കാലി ലിനക്സിൻ്റെ ഒരു മാനുവൽ ഇൻസ്റ്റലേഷൻ പ്രോസസ്സാണ്. മറ്റുള്ള വിർച്വൽ ബോക്സിലെ പ്രീ ബിൽഡ് VM പോലെ അല്ല ഇത്. ഇതൊരു മാനുവൽ ഇൻസ്റ്റലേഷനാണ്. നിങ്ങൾ ഒരു സിസ്റ്റത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഞാൻ ഗ്രാഫിക്കൽ ഇൻസ്റ്റാൾ സെലക്ട് ചെയ്യുക. ഗ്രാഫിക്കൽ ഇൻസ്റ്റാൾ സെലക്ട് ചെയ്തു. ദെൻ വിൽ വെയിറ്റ്. ഓക്കെ, ആദ്യമായിട്ടുള്ളത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒന്നും മൗസ് വർക്ക് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ മൗസ്, ഇപ്പോൾ ഇവിടെ എൻ്റെ കേസിലൂടെ മൗസ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാ സിറ്റുവേഷൻസിലും മൗസ് വർക്ക് ചെയ്യണമെന്നില്ല. മൗസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കീബോർഡ് യൂസ് ചെയ്യുക. വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ കൺട്രി സെലക്ട് ചെയ്യുന്നു, ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. ദെൻ കീബോർഡ് കോൺഫിഗറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന QWERTY കീബോർഡാണ്, അമേരിക്കൻ ഇംഗ്ലീഷാണ്, അത് സെലക്ട് ചെയ്യുക. ദെൻ വീൽ വെയിറ്റ്. ഓക്കെ, അടുത്തത് ഹോസ്റ്റ് നെയിമാണ്. ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആ മിഷൻ്റെ പേരിനാണ് ഹോസ്റ്റ് നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മിഷന് നിങ്ങൾ എന്തെങ്കിലും ഒരു പേരിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പേര് അവിടെ കൊടുക്കുക എന്നുള്ളത്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇറ്റ്സ് അപ് ടു us എന്ത് കൊടുക്കണമെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ബ്രോട്ടോടൈപ്പ് എന്ന് കൊടുക്കാം. ബ്രോട്ടോടൈപ്പ്. അപ്പോൾ ബ്രോട്ടോടൈപ്പ് എന്നാണ് ആ മിഷൻ്റെ പേര് വരിക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ദെൻ ഡൊമെയിൻ നെയിം എന്നുള്ളത് ചോദിക്കും. അത് ശരിക്കും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അതൊരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ നിങ്ങൾ ചെയ്യുമെങ്കിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അതുകൊണ്ട് അത് empty ആയിട്ട് ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. ദെൻ അടുത്തത് യൂസറിൻ്റെ പേരാണ് ചോദിക്കുക. യൂസറിൻ്റെ പേര് എന്തെന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ യൂസറിൻ്റെ പേരും എഗെയിൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ യൂസറിനെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ലെറ്റ്സ് ഞാൻ ബ്രോക്യാമ്പ് എന്ന പേരിലൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ബ്രോക്യാമ്പ് എന്ന പേരിൽ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ യൂസർ നെയിം ഫോർ ദ അക്കൗണ്ട് എന്താണെന്നുള്ളത് ചോദിക്കും. യൂസർ നെയിം എഗെയിൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ആ പേര് തന്നെ ബ്രോക്യാമ്പ് എന്ന പേര് തന്നെ യൂസർ നെയിമായിട്ട് സെറ്റ് ചെയ്യണം. ദെൻ കണ്ടിന്യൂ. ദെൻ അടുത്തത് പാസ്വേഡാണ് ചോദിക്കുന്നത്. പാസ്വേഡ് ഇഷ്ടമുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഞാൻ ലെറ്റ്സ് ബ്രോട്ടോടൈപ്പ് എന്ന് സെറ്റ് ചെയ്യാം. ബ്രോട്ടോടൈപ്പ് എന്ന് തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്തു. ബ്രോട്ടോടൈപ്പ് എന്ന് തന്നെ പാസ്വേഡ് വീണ്ടും സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്തു, ബ്രോട്ടോടൈപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ കണ്ടിന്യൂ. ഇതിനിടയ്ക്ക് ഒരുപാട് പ്രോസസ്സുകൾ പോകുന്ന പോലെ ഈ ഒരു പ്രോഗ്രസ്സിങ്ങിൻ്റെ ഒരു ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് ബേസിക്കലി കുറേ പ്രോസസ്സുകൾ ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്.
സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ക് പാർട്ടീഷൻ. ഡിസ്ക് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കുള്ളൊരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗൈഡഡ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഗൈഡഡ് പാർട്ടീഷനിങ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ദെൻ കണ്ടിന്യൂ. അതിനുശേഷം ഗൈഡഡ് യൂസ് എൻ്റയർ ഡിസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്കാണ് നമ്മൾ എത്തുക. ഇവിടെ നമ്മൾ വിർച്വൽ ബോക്സിന് അസൈൻ ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു 20 GB ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ 20 GB ഡിസ്ക്കാണ് ആ എൻ്റയർ ഡിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഡിവൈസിൻ്റെ ടോട്ടൽ ഹാർഡ് ഡിസ്കിനല്ല അത് മീൻ ചെയ്യുന്നത്. നമ്മൾ വിർച്വൽ ബോക്സിന് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതാണ് എൻ്റയർ ഡിസ്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് എൻ്റയർ ഡിസ്ക് തന്നെ ചൂസ് ചെയ്യാം. ദെൻ കണ്ടിന്യൂ. അതിനുശേഷം ആ ഹാർഡ് ഡിസ്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും, പേര് കാര്യങ്ങളവിടെ കാണിക്കും, അത് കണ്ടിന്യൂ ചെയ്യാം. ദെൻ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഓൾ ഇൻ വൺ പാർട്ടീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഓൾ ഇൻ വൺ പാർട്ടീഷൻ, ഇതാണ് നമുക്കിവിടെ ആവശ്യമുള്ള ഓൾ ഇൻ വൺ പാർട്ടീഷൻ എന്ന് പറയുന്നത്. അത് സെലക്ട് ഏറ്റവും എളുപ്പം അതാണ്. നമ്മൾ ഒരുപാട് അതിനകത്ത് കസ്റ്റം കോൺഫിഗറേഷനിലേക്ക് പോകേണ്ട ആവശ്യം ശരിക്കും ഇല്ല. അപ്പോൾ ഇവിടെ ഓൾ ഇൻ വൺ പാർട്ടീഷൻ റെക്കമെൻഡഡ് ഫോർ ന്യൂ യൂസേഴ്സ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ദെൻ വി വിൽ വെയിറ്റ് ഫോർ ദാറ്റ് ടു കംപ്ലീറ്റഡ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളുടെ ഡിസ്കിൽ വന്ന മാറ്റങ്ങളൊക്കെ അവിടെ എഴുതി കാണിക്കും. എന്നിട്ട് താഴെ ഫിനിഷ് പാർട്ടീഷനിങ് ആൻഡ് റൈറ്റ് ചേഞ്ചസ് ടു ഡിസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. സോ ഫിനിഷ് പാർട്ടീഷനിങ് ആൻഡ് റൈറ്റ് ചേഞ്ചസ് ടു ഡിസ്ക് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചേഞ്ചസ് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യട്ടെ എന്നൊരു ചോദ്യം, ഒരു കൺഫർമേഷനാണ്. അവിടെയും യെസ് സെലക്ട് ചെയ്യുക. ദെൻ കണ്ടിന്യൂ ചെയ്യുക. ദെൻ വിൽ വെയിറ്റ്. ഇവിടെ ഇൻസ്റ്റാളിംഗ് ദ ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇൻസ്റ്റാളിംഗ് ദ ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റം അവിടെ അതായത് നമ്മളുടെ കാലി ലിനക്സിൻ്റെ ഒരു ബേസ് വേർഷൻ നമ്മളുടെ ഡിസ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. പലപ്പോഴും കുറച്ചധികം ടൈം എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ഡിപ്പെൻസ് ഓൺ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനനുസരിച്ച് വളരെ ചെറിയ ടൈമും വളരെയധികം ടൈമും എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കത് വെയിറ്റ് ചെയ്യാം. നമ്മളത് ബേസ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. ഈ ബേസ് സിസ്റ്റത്തിൻ്റെ പുറത്താണ് നമ്മൾ പല സോഫ്റ്റ്വെയറുകളും പല ടൂളുകളും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ബേസ് സിസ്റ്റത്തിൻ്റെ പുറത്തേക്കാണ്. അപ്പോൾ ബേസ് സിസ്റ്റമാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾഡ് ആവും. അതിനാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത്. വിൽ വെയിറ്റ് ഫോർ ദാറ്റ് ടു കംപ്ലീറ്റഡ്. ബേസ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ ഏകദേശം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്തൊരു പ്രോസസ്സിലേക്ക് പോകും. പാക്കേജ് മാനേജർ എന്ന് പറയുന്നത് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനും മറ്റൊക്കെ ആയിട്ടുള്ള ഒന്നാണ് പാക്കേജ് മാനേജർ. അതിൻ്റെ ഒരു പ്രോസസ്സിലേക്കും അതും അവിടെ നടക്കുകയാണ്. ദെൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ്റെ ഒരു പ്രോസസ്സാണ്. അതായത് ബേസിക്കായിട്ട് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്നുള്ള ഇൻസ്റ്റാൾ ചെയ്യലാണ്. ഇവിടെ നമ്മൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. ഇവിടെ നമുക്കുള്ള ഓപ്ഷൻസ് XFCE, ജീനോം, KDE പ്ലാസ്മ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇവിടെ XFCE എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഡെസ്ക്ടോപ്പിനെ കാണുന്ന ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്നുള്ളതിനാണ് ഈ തീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ XFCE നല്ലൊരു തീമാണ്, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. കാലി ലിനക്സ് ബൈ ഡിഫോൾട്ട് XFCE ആണ് വരിക. പണ്ടോട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു തീമാണ് നോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീനോം. സോ ആ ഒരു തീം യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള തീം ഏതാണെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇൻസ്റ്റാൾഡ് ആവും. പിന്നെ താഴെ കളക്ഷൻ ഓഫ് ടൂൾസ്, എന്തൊക്കെ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള ഇവിടെ സെലക്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ടോപ്പ് 10 മോസ്റ്റ് പോപ്പുലർ ടൂളുകൾ, അല്ലെങ്കിൽ ഡിഫോൾട്ട് ടൂളുകൾ, എന്തൊക്കെ ടൂളുകൾ വേണമെന്നുള്ളതും സെലക്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ടൂളുകൾ അൺസെലക്ട് ചെയ്യാണ്. പക്ഷേ ആ ടൂളുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് കൊടുത്താൽ മതി. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ടിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ടിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾഡ് ആവും. അത് നിങ്ങൾ എത്രത്തോളം കൂടുതൽ സെലക്ട് ചെയ്യുന്നു അത്രത്തോളം കൂടുതൽ ടൈം ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യും. അതേപോലെ കൂടുതൽ ഡിസ്ക് സ്പേസ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള ടൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ടോപ്പ് 10 ടൂളുകൾ ആവശ്യമുണ്ടെങ്കിൽ ടോപ്പ് 10 സെലക്ട് ചെയ്യാം. ഇനി അതല്ല ഡിഫോൾട്ട് ടൂളുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ആവശ്യം പോലെ സെലക്ട് ചെയ്യുന്നത് കാര്യം നമ്മൾ പിന്നീട് എന്തായാലും ഫർദർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യമുള്ള സമയത്ത് എന്തായാലും ടൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇതിപ്പോൾ ആവശ്യമുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ തീം മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. SFCE എന്ന് പറയുന്ന തീം മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത സോഫ്റ്റ്വെയറുകൾ എന്തൊക്കെയാണോ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതാണ് ഇവിടെ സെലക്ട് ആൻഡ് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സെലക്ട് കൊടുത്ത സോഫ്റ്റ്വെയർ ഏതൊക്കെയാണോ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുക. എങ്ങനെ ഡൗൺലോഡ് എടുക്കുന്ന സമയം എത്ര സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ് ഇവിടുത്തെ ടൈം. ഒരുപാട് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. വളരെ കുറച്ചാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് കംപ്ലീറ്റഡ് ആവുകയും ചെയ്യും. സോ ഇത് കംപ്ലീറ്റഡ് ആകാനായിട്ട് വിൽ വെയിറ്റ് ഫോർ ദാറ്റ് ടു കംപ്ലീറ്റ്. സോ ആ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, സെലക്ട് ആൻഡ് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ. Now വെയിറ്റ്. നോർമലി കാലി ലിനക്സിൻ്റെ ഇൻസ്റ്റലേഷനിൽ ഏകദേശം ഇത്രയും സ്റ്റെപ്പാണുള്ളത്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രബ് ബൂട്ട് ലോഡർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഗ്രബ് ബൂട്ട് ലോഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഗിൻ ചെയ്യണം അല്ലെങ്കിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്ന ഗ്രബ് ബൂട്ട് ലോഡറാണ്. അത് ബൂട്ട് ലോഡേഴ്സ് ആണ് പറയുന്നത്. അതിൽ ഗ്രബ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബൂട്ട് ലോഡറാണ്. അത് കാലി ലിനക്സിൽ പണ്ടോട്ട് ഉപയോഗിക്കുന്ന ഒരു ബൂട്ട് ലോഡർ ഗ്രബിൻ്റെ തന്നെ ബൂട്ട് ലോഡറാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഇൻസ്റ്റാൾ ചെയ്യും. അത് ഇവിടെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല വിർച്വൽ ബോക്സിനകത്ത്. എന്നാലും കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾഡ് ആവുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഗ്രബ് ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫിനിഷിംഗ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്കാണ്. അത് ലാസ്റ്റ് ക്ലീനപ്പുകൾ, അതായത് ഇപ്പോൾ ഇൻസ്റ്റലേഷൻ അത് ചെയ്ത് കഴിഞ്ഞാലുള്ള എന്തൊക്കെ ക്ലീനപ്പ് പ്രോസസ്സുകളുണ്ടോ ആ ക്ലീനപ്പ് പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത ടെമ്പററി ഫയൽ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ക്ലീനപ്പ് പ്രോസസ്സാണ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്റ്റെപ്പ് കൂടെ കഴിയുന്നത് വഴി നമ്മളുടെ എൻ്റയർ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആകും. നമുക്ക് പിന്നീട് കല്ല് ലിനക്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് നിങ്ങൾ ബെയർ മെറ്റലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ വിർച്വൽ ബോക്സിലല്ലാതെ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും സെയിം പ്രോസസ്സ് ഹാപ്പൻസ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തു വന്ന അതേ പ്രോസസ്സ് തന്നെയാണ് അവിടെയും നിങ്ങൾ ചെയ്യുക, വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ വിർച്വൽ ബോക്സിൽ മാക്കിനകത്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്രയും പ്രോസസ്സ് സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ലിനക്സിലോ വിൻഡോസിലോ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീ ബിൽഡ് VM എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. പ്രീ ബിൽഡ് VM എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ റെഡി ആയിരിക്കും. അത് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VM റെഡിയാണ്, ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. മാക്കിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക. നമുക്കിതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫിനിഷ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം റീബൂട്ട് ആവും. കണ്ടിന്യൂ കൊടുക്കുക. സിസ്റ്റം റീബൂട്ട് ആവണം, സിസ്റ്റം ഓഫായിട്ട് റീസ്റ്റാർട്ട് ആവണം. വെയിറ്റ്, നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കാലി ന്യൂർ ലിനക്സ്. സോ ഇവിടെ കാലി ലോഡ് ആവുന്നതായിട്ട് കാണും. അത്രയാണ് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഉള്ളത്. ദെൻ ഇത് ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ പേജിലേക്ക് വരും. ലോഗിൻ പേജിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഞാൻ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു, ദെൻ ലോഗിൻ ചെയ്യുന്നു. നമ്മൾ കാലിയുടെ ഹോം പേജിലേക്ക് എത്തും. ഇത്രയാണ് മാക്കിൽ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ്. സോ മാക്കിനകത്ത് വിർച്വൽ ബോക്സിനകത്ത് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇത്രയുമാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഹൗ വി ഇൻസ്റ്റാൾ കാലി ലിനക്സ് ഇൻസൈഡ് മാക്. ദാറ്റ്സ് ഇറ്റ്.